ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവറാണ്. അത് നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പൊ കമ്മോ ഇതെന്താ പറയണ്ടേ? അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്ന് ഈ ഒരു യാർഡ് വെച്ചിട്ട് നമ്മൾ ഇതൊരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലവറിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഒരു ഇങ്ങനെ ക്രോസ് വയ്ക്കാം. എന്നിട്ട് അതിനകത്ത് കൂടി ഇങ്ങനെ ഒന്ന് കയറ്റി നമ്മുടെ നോർമൽ മാജിക് സ്റ്റിച്ചോ മാജിക് ക്രോസിയോ എന്തോ സംഭവം അത് തന്നെ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് 8 സിംഗിൾ ക്രോഷസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇന്നലെ സൺഫ്ലവർ ഉണ്ടാക്കിയ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് സിംഗിൾ ക്രോഷസ് ഇട്ട്. സിംഗിൾ ക്രോഷ് ചെയ്താൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഗായ്സ്, സബ്സ്ക്രൈബ് ലൈക്കൊന്നും മറക്കല്ല്, ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോലെ കേട്ടോ. 8 സിംഗിൾ ക്രോഷേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വലിച്ചു കൊടുക്കുക. അയ്യോ പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഗായ്സ് അവിടെ പോയി. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തതിനകത്തേക്ക് ഒരു സിംഗിൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എനിക്ക് എപ്പോഴും സിംഗിൾ ക്രോഷ് ചെയ്യുന്ന ഒരാൾ സ്ലിപ്പ് സ്റ്റിച്ച് ഒന്നിൻ്റെ കയ്യിൽ വരുന്നില്ല. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ഇപ്പം പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു റൗണ്ടും ഈ ഒരു ഇത് മാത്രം നമുക്ക് മതി. സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഗൈസ് ജസ്റ്റ് ഇങ്ങനെ കെട്ടാൻ പറ്റുമോ കെട്ടാന്ന് വിചാരിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവൾക്ക് വട്ടാണ് ഗൈസ്. ഇപ്പം എനിക്ക് ആരോടെങ്കിലും വേണ്ടി കഴിഞ്ഞാലും പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ഗൈസ് എന്ന് വരാറോ. ഇവിടെ പോയി ക്യാമറ തന്നെ നോക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നു. ഇവിടെ പോയി ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതളൊക്കെ എങ്ങനെ കറക്റ്റാക്കണ്ടേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളതൊന്നും പറയാൻ പറ്റില്ല. അത്ര സിമ്പിളല്ല, എന്നാലും എനിക്ക് സിമ്പിളായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 15 ചെയിൻസ് കൊടുക്കുക. സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെയും 15 സ്റ്റിച്ചസ് ചെയ്ത് പിന്നെയും സ്ലിപ്പ് സ്റ്റിച്ച് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് അങ്ങനെ ചെയ്തേക്കുക. അപ്പോൾ പാട്ടുപോലെ കാണാം. ബൈ.